ശ്രീബാല. രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അച്ഛാ, ഞാൻ ഇറങ്ങുവാണേ, മരുന്ന് വരുമ്പോൾ വാങ്ങിത്തരാമേ. കയ്യിലിരുന്ന ചോറുപാത്രം ധൃതിയിൽ ബാഗിലേക്ക് വെച്ച് ശ്രീബാല മുറ്റത്തേക്ക് ഇറങ്ങി വിളിച്ചു പറയുമ്പോൾ അവളുടെ അച്ഛൻ ദാസൻ തളർച്ച ബാധിച്ച തന്റെ കാലുകൾ ഇടറി വെച്ച് ഉമ്മറത്തേക്ക് നടന്നിറങ്ങി. അവൾ അപ്പോഴേക്കും പടികടന്നിരുന്നു. ധൃതി പിടിച്ച് മുന്നോട്ടോടുന്ന മകളെ ഒരു നിമിഷം വേദനയോടെ നോക്കിയതിനു ശേഷം ആ മനുഷ്യൻ ചാരുകസേരയിലേക്ക് തളർന്നിരുന്നു. ആകാശത്ത് നല്ല മഴക്കാറുണ്ട്. കുട്ടി കൊടയെടുത്തോ എന്തോ. ആദ്യോടെ അയാൾ സ്വയം പിറുവിറുക്കുമ്പോൾ അവൾ ഒരുപാട് അകലെ എത്തിയിരുന്നു. പാവം, ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്റെ കുട്ടി. എല്ലാത്തിനും കാരണം താനാണല്ലോ എന്ന ചിന്ത അയാളുടെ ഉള്ളം നീറ്റി. അവളുടെ അമ്മ രാധ മരിക്കുമ്പോൾ ശ്രീമോൾക്ക് വെറും 7 വയസ്സായിരുന്നു പ്രായം. അവളെ നോക്കാൻ ഒരു അമ്മ വേണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ താൻ ചെയ്തു പോയൊരു തെറ്റ്. രുക്മിണി അവളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രീ അവൾ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുമെന്ന് തന്നെയാണ് താൻ കരുതിയത്. കുറച്ചു കാലം അവൾ അങ്ങനെ അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ വിദ്യമോളുടെ ജനനത്തോടെ രുക്മിണി ആകെ മാറി. അല്ല, അവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നിന്ന് പറയുന്നതാവും ശരി. അച്ഛാ, ഞാനും ഇറങ്ങുക, ബസൂലിതാ. ദേവിക്ക് പിന്നാലെ കോളേജിലേക്ക് ഇറങ്ങിയ വിദ്യയുടെ ശബ്ദം കേട്ടാണ് ദാസൻ ചിന്തകളിൽ നിന്നുണർന്നു. വിദ്യ തന്റെ രണ്ടാമത്തെ മകൾ. ദേവിയേക്കാൾ 8 വയസ്സിന് ഇളയവൾ. ഇപ്പോൾ ഡിഗ്രി അവസാന വർഷം പഠിക്കുന്നു. സ്വഭാവത്തിൽ അവൾ അവളുടെ അമ്മ തന്നെയാണെന്ന് പറഞ്ഞാലും കാഴ്ചയിൽ തന്നെ പോലെയാണ്, ശ്രീമോളെ പോലെയും. പോകലിൽ തപ്പിത്തടഞ്ഞ് ചുളുങ്ങിയൊരു 20 രൂപ നോട്ട് ദാസൻ വിദ്യയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. മുഖം ചുളിച്ചുകൊണ്ട് അവൾ ആ നോട്ട് വാങ്ങിയതിലേക്ക് നോക്കിയ ശേഷം അത് ബാഗിലിട്ട് വേഗം മുന്നോട്ട് നടക്കുമ്പോൾ പുച്ഛഭാവത്തിൽ അയാൾ അവളെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടി. അമ്മ വളർത്തിയ മകളല്ലേ, പിന്നെ ആ നന്ദി കേട് കാട്ടാതിരിക്കോ? അയാളുടെ വാക്കുകളിൽ വല്ലാത്ത നിരാശ കലർന്നിരുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് കട്ടൻ ചായയുമായി രുക്മിണി ഉമ്മറത്തേക്ക് വന്നിരുന്നു. ചായക്കപ്പ് ദാസൻ നേരെ നീട്ടുമ്പോൾ അവരുടെ മുഖത്ത് പതിവ് ഭാവക്കേടുകൾ തന്നെയായിരുന്നു ദാസൻ കണ്ടത്. അല്ല, നിങ്ങളുടെ മൂത്തമോൾക്ക് ഇപ്പോൾ വലിയ ഗൗരവമാണല്ലോ. രാവിലെ ആർക്കു വേണ്ടി ചോറും കറി ഉണ്ടാക്കി വെക്കും, പക്ഷെ അടുക്കളയിൽ ഒരു തുള്ളി വെള്ളം കോരി വെക്കില്ല. എല്ലാം എൻ്റെ ഈ വയ്യാത്ത കൈകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം. രുക്മിണി പിറുവിറുത്തു. അവൾക്ക് കടയിലെത്താൻ നേരായതുകൊണ്ടല്ലേ രുക്മിണി അവൾ പോയത്, അല്ലെങ്കിൽ അതും അവളല്ലേ ചെയ്യുന്നത്. ദാസൻ ശാന്തമായി പറയുമ്പോൾ അത് അംഗീകരിക്കാൻ രുക്മിണിക്ക് അത്ര മനസ്സിലായിരുന്നു. ഓ, അങ്ങനെയാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മൂത്തമോൾക്കല്ലേ സപ്പോർട്ട് പറയൂ. ഈ കൈവയ്യാത്ത ഞാൻ അവൾ പോയി കഴിഞ്ഞ് ഇവിടെ ചെയ്യുന്ന ജോലിയൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അവൾ കഷ്ടപ്പെടുന്നു, അത് മാത്രമേ കേൾക്കാനുള്ളൂ. ഇത്രയും കഷ്ടപ്പെടുന്ന അവൾ ഇതുവരെ വിദ്യയുടെ കോളേജ് ഫീസ് അടച്ചിട്ടില്ല. അതെന്താ? എന്റെ കുഞ്ഞു കോളേജിൽ പോയി നാണം കേടുന്ന അവൾക്ക് കാണണം. ഇല്ലാത്ത കണ്ണീർ വരുത്തി തുടച്ച് അവർ പറഞ്ഞു നിർത്തുമ്പോൾ ദാസൻ ദീർഘമായി ഒന്ന് ശ്വാസം വിട്ടു. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. കാരണം അവളുടെ കണ്ണുകൾ തിരയുന്നത് ശ്രീമോളുടെ കുറ്റങ്ങൾ മാത്രമാണ്. അവളുടെയും മകളുടെയും കാഴ്ചയിൽ പണിയെടുക്കാൻ നിർത്തിയ ഒരു മാട്, അത് മാത്രമാണ് ശ്രീബാല. അയാളുടെ കണ്ണുകൾ നിറയുമ്പോഴും അത് പുറത്ത് കാണിക്കാതെ അയാൾ പിടിച്ചിരുന്നു. ചുമട്ട് തൊഴിലാളിയായിരുന്നു ദാസൻ. ഒരു ദിവസം ചന്തയിൽ തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഷുഗർ കൂടിയതാണെന്ന് പറഞ്ഞു. ആ വീഴ്ച തന്റെ ഒരു ഭാഗം തളർത്തുമ്പോൾ എന്റെ സ്ത്രീക്ക് നഷ്ടമായത് അവളുടെ പഠിപ്പും ഇഷ്ടങ്ങളുമായിരുന്നു. താൻ വീഴുമ്പോൾ അവൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്. എക്സാം മാത്രം ബാക്കി നിൽക്കെ രുക്മിണി അവളെ കോളേജിൽ വിടാതിരിക്കാനും നോക്കിയതാണ്. പക്ഷെ ആ കിടപ്പിൽ കിടന്നും താൻ ചെറുത്തുകൊണ്ട് എക്സാം എഴുതി. ഡിഗ്രി അവൾ പാസ്സാണ്. പക്ഷെ ആ ഡിഗ്രി കൊണ്ട് ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ കുടുംബം നോക്കാൻ അവസാനം ടൗണിലെ ഒരു തുണിക്കടയിൽ ജോലി കയറി. 10-15 രൂപയുടെ ശമ്പളം. ഈ കുടുംബം കടന്നു പോകുന്നു അത് തന്നെ കഷ്ടിയായതുകൊണ്ടും വേറെ ജോലികൾക്ക് ഈ ശമ്പളം ഇല്ലാത്തതുകൊണ്ടും അതിന് തന്നെ ഇപ്പോഴും പോകുന്നു. രാവിലെ കടയിലേക്ക് ഇറങ്ങും മുന്നേ വീട്ടിലെ ജോലികളെല്ലാം അവൾ തന്നെ ചെയ്തു വെക്കും. കൈക്ക് വേദനയാണെന്ന് പറഞ്ഞ് രുക്മിണിയൊന്നും ചെയ്യില്ല. വിദ്യയാണെങ്കിൽ എഴുന്നേൽക്ക് പോലും ഇല്ല. ഒന്നിനും അവൾക്ക് പരാതിയുമില്ല. അതുകൊണ്ടാവണം നന്ദി എന്ന് പറയുന്ന സാധനവും ഇവറ്റകൾക്ക് അവളോട് ഇല്ലാത്തതും. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ദാസനൊന്നും പ്രതികരിക്കാതെ വന്നപ്പോൾ രുക്മിണി തനിയെ പിറുവിറുത്ത് അകത്തേക്ക് നടന്നു. അത് നോക്കിയൊരു നെടുവീർപ്പോടെ അയാൾ കസേരയിലേക്ക് ചായുമ്പോൾ പുറത്ത് മഴയും പതിയെ പെയ്തു തുടങ്ങിയിരുന്നു. അതേസമയം ബസ്സിൽ കയറി ടൗണിലെത്തിയിരുന്നു ശ്രീബാല. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങി. ഓഫീസ് ടൈം ആയതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കായിരുന്നു. ശ്രീദേവി ബസ് ഇറങ്ങി കടയിലേക്ക് നടക്കാൻ തുടങ്ങിയതും മഴ തകർത്ത് പെയ്യാൻ തുടങ്ങിയിരുന്നു. കുടയെടുക്കാൻ മറന്ന കാര്യം അവൾ അപ്പോഴാണ് ഓർത്തതും. കയ്യിലെ ബാഗ് തലക്ക് മുകളിൽ പിടിച്ച് അവൾ അടുത്തുള്ള ഒരു കിടത്തണിലേക്ക് ഓടിക്കയറിയെങ്കിലും അപ്പോഴേക്ക് അവൾ നന്നായി നനഞ്ഞു പോയിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴ. കട അവിടെ അടുത്താണ്. പക്ഷേ നനഞ്ഞൊലിച്ച് എങ്ങനെ അവിടെ ചെന്ന് കയറുന്ന ഓർത്തപ്പോൾ നനഞ്ഞുകൊണ്ട് ഓടാനും തോന്നിയില്ല. വാച്ചിൽ സമയം 9 കഴിഞ്ഞു. ഈശ്വര, സമയമായോ? കടയിൽ കയറാൻ സമയമായെന്ന് കണ്ടതും അവളുടെ ഉള്ളിൽ ആധി കൂടി. രണ്ടും കൽപ്പിച്ച് അവൾ വേഗം മുന്നോട്ടോടാൻ തുടങ്ങിയതും പെട്ടെന്നാണ് ആ ബുള്ളറ്റ് അവൾക്ക് മുമ്പിൽ വന്ന് ബ്രേക്ക് ഇട്ട് നിന്നത്. പെട്ടെന്ന് അവൾ ഞെട്ടിയൊന്ന് പിന്നോട്ട് മാറിയിരുന്നു. അടുത്ത നിമിഷം മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ആധി നിറഞ്ഞു. നെഞ്ച് ദ്രുതഗതിയിൽ വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ഇന്ദ്രജിത്ത്
അവൾ അറിയാതെ ആ പേര് ചുണ്ടുകളിൽ മന്ത്രിക്കുമ്പോൾ വല്ലാത്തൊരു ചിരിയോടെ അവൻ ഹെൽമറ്റ് ഊരി ബൈക്കിന്റെ ടാങ്കിലേക്ക് വെച്ചു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അലസമായ മുടിയഴകൾ അവൻ കൈകൊണ്ട് പിന്നോട്ടൊതുക്കി. 6 അടി ഉയരമുള്ള ശരീരം, തോളൊപ്പം വിരിഞ്ഞ നെഞ്ച്, കട്ടിമീശയും കടുപ്പമേറിയ താടിയും. മഴത്തുള്ളികൾ വീണ് അവന്റെ ആ കറുത്ത ഷർട്ട് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. കാഴ്ചയിൽ അവന് തല്ലിപ്പുളിയാണെന്ന് പറയുമെങ്കിലും പെണ്ണുങ്ങളുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന എന്തോ ഒരു വശ്യത അവനുണ്ടായിരുന്നു. അവൻ ബുള്ളറ്റിൽ തന്നെ ഇരുന്ന് അവളെ അങ്ങനെ നോക്കി. നനഞ്ഞു കുതിർന്ന് വസ്ത്രങ്ങൾ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ശ്രീബാലയുടെ രൂപം അവന്റെ കണ്ണുകളിൽ ഉടയ്ക്കുന്ന അവളും അറിയുകയായിരുന്നു. അവന്റെ ആ തിളങ്ങുന്ന കണ്ണുകൾ തന്റെ ശരീരത്തിലൂടെയും മുഖത്തിലൂടെ അരിച്ചു നീങ്ങുന്നത് ബാലയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥയായിട്ടാണ് തോന്നിയത്. അവൾ അറിയാതെ കൈകൾ കൂട്ടിപ്പിടിച്ച് ബാഗ് നെഞ്ചോട് ചേർത്തു. ആ നോട്ടം അവൾ അത്രമേൽ വലിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. ഡേ, ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. എന്തായി എന്റെ കാശിന്റെ കാര്യം? തരാൻ വല്ല പ്ലാനുണ്ടോ? പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ പതറി. ആ ചോദ്യം തന്നെയായിരുന്നു അവളും പ്രതീക്ഷിച്ചു നിന്ന്. തന്റെ കൺപീലികളിൽ തങ്ങിയുന്ന മഴത്തുള്ളികൾ തുടച്ചുകൊണ്ട് അവൾ ദയനീയമായി അവനെ നോക്കി. ഞാൻ തരാം, ഈ മാസം അവസാനം ആയിക്കോട്ടെ. അച്ഛൻ്റെ മരുന്ന് വിദ്യയുടെ കോളേജ് ഫീസൊക്കെ കൂടി വന്നോണ്ടാ. അവൾ വാക്കിൽ കിട്ടാതെ വിക്കി. അത് കേട്ടതും ഇന്ദ്രൻ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. ആ ചിരി അവളുടെ നെഞ്ചിലാണ് കൊണ്ടത്. ആകെ 15,000 ഉലുവ ശമ്പളം കിട്ടുന്ന നീ എന്ത് തരാനാടി എനിക്ക്? അതെന്റെ ഒരു മാസത്തെ പലിശക്ക് പോലും തികയില്ലെന്ന് എനിക്കറിയാലോ. അവൻ ബുള്ളറ്റിൽ നിന്നിറങ്ങി അവൾക്ക് തൊട്ടുമുന്നിലേക്ക് ചെല്ലുമ്പോൾ അവളൊന്ന് ഭയന്ന് പിന്നോട്ട് മാറിയിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ അവനിൽ നിന്നുള്ള വന്യമായ മണം ആ മഴയത്തും അവളിലേക്ക് അടിച്ചു കയറി. അവളുടെ ശ്വാസം ഒന്ന് നിലച്ചു. ഇതൊന്നും വേണ്ടായിരുന്നല്ലോ ബാലേ. അന്ന് നീ എന്നെ കെട്ടിയിരുന്നെങ്കിൽ കുറെ നടന്നില്ലേ ഞാൻ നിന്റെ പുറകെ. ഇന്ദ്രന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു പരിഹാസം കലർന്നിരുന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെത്തുകാരൻ കുമാരന്റെ മോനായി, ഞാൻ തല്ലിപ്പൊളിയായി, പെണ്ണുപിടിയനായി. ആയിക്കോട്ടെ. അവനവളുടെ മുഖത്തേക്ക് നോക്കി പല്ലിറുമ്പോഴും അവൾ അവനോട് മറുപടിയൊന്നും പറയാനില്ലായിരുന്നു. ഇനിയിപ്പൊ നീ എന്നെ കെട്ടണ്ട, പക്ഷെ എന്റെ പൈസ ഈ മാസം പലിശ അടക്കം എനിക്ക് തന്നേക്കണം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവേ, ഒരു വരവ്. അവന്റെ ശബ്ദം കനക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. രൂപ 1 2 അല്ല, 10 ലക്ഷം രൂപയാ നിന്റെ ആ രുക്മിണിയമ്മ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അത് തിരിച്ചു തരാൻ അന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോ നീ തന്റെ ഇടത്തോടെ പറഞ്ഞല്ലോ അത് ഞാൻ തന്നോളാന്ന്. തറവാടിത്തം കാണിച്ച് വാക്ക് പറഞ്ഞല്ലേ. തരണോടി, നീ തന്നെ എനിക്ക് ആ പൈസ തരണം, അല്ലെങ്കിൽ അത് ഞാൻ വാങ്ങിയെടുക്കും നിന്റെ കയ്യിൽ നിന്ന് തന്നെ. അവസാനം അവൾ അടിമുടിയെന്ന് നോക്കി തന്റെ കട്ടിമീശ ഒന്നുകൂടി തിരിച്ച് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവൾക്ക് അവന് മുമ്പിൽ നിസ്സഹായായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അടുത്ത നിമിഷം അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവൻ മുന്നോട്ടെടുത്തു. അവൻ കൺമുമ്പിൽ നിന്നും മറയുമ്പോൾ അറിയാതെ ബാലയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീര് ഒലിച്ചിറങ്ങി. പക്ഷെ അവൾക്ക് അറിയാമായിരുന്നു ആ കണ്ണീര് തുടക്കാൻ ആരും വരില്ലെന്ന്. ശക്തിയായ അവൾ കവിളുകൾ തുടച്ചു മാറ്റി. പിന്നെ ആ മഴയെപ്പോലും ഗൗനിക്കാതെ ബാഗ് തലക്ക് മുകളിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോഴും മനസ്സ് ശൂന്യമായിരുന്നു. ഒരുപക്ഷെ ആ പെണ്ണിന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടാവണം പെയ്തു തിമിർത്ത ആ മഴ പോലും അല്പമൊന്ന് ശമിച്ചത്. അന്ന് കടയിലെത്താൻ വൈകിയതുകൊണ്ടും ആകെ നനഞ്ഞു വന്നുകൊണ്ടും അവൾ കടയുടെ പിൻവാതിലൂടെയാണ് അകത്തേക്ക് കയറിയത്. അവിടെ എത്തി നേരെ വാഷ്റൂമിൽ പോയി ബാഗിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ തോർത്തുമെടുത്ത് തലയും ദേഹവുമൊക്കെ തുടക്കുമ്പോഴും ഇന്ദ്രൻ തന്നിലേക്ക് എറിഞ്ഞ വന്യമായ നോട്ടമാണ് മനസ്സിൽ തങ്ങിക്കിടന്നത്. അവന്റെ സാമീപ്യം പോലും അസ്വസ്ഥതയാണ്, ഇന്നു മാത്രമല്ല പണ്ടും. പക്ഷെ തന്റെ ഇന്നത്തെ അവസ്ഥ അവൾക്ക് കരച്ചിൽ വന്നുവെങ്കിലും അത് കടിച്ചമർത്തി വാഷ്റൂമിൽ നിന്ന് തിരികെ ഇറങ്ങി. അവിടെ നിന്ന് വേഗത്തിൽ തന്റെ സെക്ഷനിലേക്ക് നടക്കുമ്പോൾ മാനേജർ ശിവൻ അവളെ കണ്ടു. ഇന്നും വൈകിയല്ലേ ശ്രീബാല? കയ്യിലെ വാച്ചിലേക്ക് നോക്കിയുള്ള അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ എന്തു പറയണമെന്നറിയാതെ അവൾ ഉത്തരമുട്ടി നിൽക്കുമ്പോൾ, അതെ ഇനിയും ഇത് ആവർത്തിച്ചാൽ ജോലി പോകും കേട്ടോ എന്നൊരു താക്കീതോടെ പറഞ്ഞ് അയാൾ മുന്നോട്ട് കടന്നു. പാവമാണ് അയാൾ, തന്റെ അവസ്ഥകൾ അറിയുന്നതുകൊണ്ട് എല്ലാത്തിനും കണ്ണടക്കുന്നു. പക്ഷെ അടുത്ത മാസത്തോടെ അതേ സ്ഥാപനത്തിൽ നിന്നും പോകുന്നു എന്ന് കേൾക്കുന്നു. ശ്രീ അതും ചിന്തിച്ച് വേഗം തന്റെ സാരി സെക്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ അവളെയും കാത്ത് ബിന്ദുചേച്ചി നിൽപ്പുണ്ടായിരുന്നു. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്ത ശ്രീബാലയ്ക്ക് എന്തും തുറന്നു പറയാവുന്ന അവളെ നെഞ്ചോട് ചേർക്കുന്ന ഒരേ ഒരു തണലായിരുന്നു ബിന്ദു ചേച്ചി. ഇന്നെന്തുപറ്റി ശ്രീ വൈകിയത്? കൗണ്ടറിൽ സാരികൾ മടക്കി വെക്കുന്നതിനിടയിൽ ബിന്ദു ചോദിച്ചു. നേരത്തെ ഇറങ്ങിയ ചേച്ചി, പക്ഷെ ധൃതിയിൽ കോടെടുക്കാൻ മറന്നു, ബസ് സ്റ്റോപ്പിൽ കുറെ നേരം പെട്ടുപോയി. അവൾ പറഞ്ഞു നിർത്തി. യാന്ത്രികമെന്നോണം തുണികൾ ഒതുക്കാൻ തുടങ്ങി. പക്ഷെ അവളുടെ മുഖത്തെ ആ മംഗലം കൈകളുടെ വിറയിലും ബിന്ദു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ജോലി നിർത്തിവെച്ച് അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. എന്താണ് ഞാൻ വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബിന്ദുവിന്റെ സ്നേഹത്തോടെയുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ ബാലക്ക് സങ്കടം അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയെങ്കിലും കടയിലായതുകൊണ്ട് അവൾ അത് വേഗം തുടച്ചു മാറ്റി. ആ ചേച്ചിയെ ഞാൻ വരുന്ന വഴിക്ക് ഇന്ദ്രനെ കണ്ടിരുന്നു. അയാളുടെ പൈസ ഈ മാസം തന്നെ പലിശ സഹിതം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഭീഷണി.
ആളത് പറയുമ്പോൾ ബിന്ദു ചേച്ചി ദീർഘമായി ഒന്ന് നെടുവീർപ്പെട്ടു. നീയായിട്ട് എടുത്ത് തലയിൽ വെച്ച ഭാരല്ലേ ശ്രീ അത്? അതിന് വല്ല ആവശ്യം നിനക്കുണ്ടായിരുന്നു? നിന്റെ രുക്മിണിയമ്മ 10 ലക്ഷം രൂപ നിന്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് വാങ്ങിയതാ. പക്ഷെ അത് അവരവരുടെ ആങ്ങളെ രൂപേഷിന് ബിസിനസ് ചെയ്യാൻ കൊടുത്താണെന്ന് നിനക്ക് നിന്റെ അച്ഛനെല്ലാം അറിയുന്നല്ലേ? എന്നിട്ടും ആ കടത്തിന്റെ ഭാരം മുഴുവൻ നീ ഏറ്റെടുത്ത് നിന്റെ ശുദ്ധ വിഡ്ഢിത്തരാ. ബിന്ദു അവള് ചെറുതായി വഴക്ക് പറഞ്ഞുവെങ്കിലും അവൾ അതിൽ കൂടുതൽ കുറ്റപ്പെടുത്താനും തോന്നിയില്ല. നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. പക്ഷെ നിന്റെ അവസ്ഥ ഓർക്കുമ്പോ ആ ഇന്ദ്രനെ നിനക്കറിയില്ലേ? അവന് വേണ്ട നിന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ കുഴിയിലേക്ക് ചാടിയത്? ബിന്ദു അവളിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു. പൈസ ഉണ്ട് അവന്, നിന്നെ രാജകുമാരിയെ പോലെ നോക്കാനുള്ള ശേഷിയുമുണ്ട്. പക്ഷെ അവന്റെ സ്വഭാവം അത് ശരിയല്ലെന്ന് നാട്ടുകാർ മൊത്തം പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാകാതിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു ചീത്തപ്പേര് അവനില്ലായിരുന്നെങ്കിൽ നിനക്ക് അവനോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അവന് കിട്ടിയ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിന്നോട് പറയുമായിരുന്നു. പക്ഷെ അവസാനം കേട്ട ആ പെണ്ണു വിഷയം അവൻ ഇപ്പോഴും ആ നന്ദിനിയുടെ വീട്ടിൽ കയറിയിരുന്നെന്നാ കേൾക്കുന്നത്. ബിന്ദു ചേച്ചി പറഞ്ഞതിനൊന്നും ശ്രീബാല മറുപടി നൽകില്ല. അവളുടെ നോട്ടം എങ്ങോ ശൂന്യതയിലായിരുന്നു. നീ വിഷമിക്കാതെ, നോക്കാം നമുക്ക് എന്താവുന്നു. ബിന്ദു അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഇനിയിപ്പോൾ പൈസയൊന്നും ഒത്തുവന്നില്ലെങ്കിൽ എൻ്റെ ഈ മാല ഞാൻ തരാം, നിനക്ക് പണയം വെക്കാൻ. ആവശ്യമില്ലാൻ കഴിയുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ എടുത്തു തന്നാൽ മതി. തന്റെ കഴുത്തിലെ സ്വർണ്ണമാല തൊട്ടുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ച് അവരത് പറയുമ്പോൾ ശ്രീബാലയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. ആന്ന് വേണ്ടേച്ചി, ഞാൻ എന്തിനും വഴിയുണ്ടെത്താം. അവൾ സ്നേഹത്തോടെ നിരസിച്ചെങ്കിലും അവളെ ബിന്ദു അങ്ങനെ കൈവിടില്ലായിരുന്നു. പിന്നെയും ബിന്ദു അവളെ ആശ്വസിപ്പിക്കാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ജോലികൾ തുറന്നുവെങ്കിലും ശ്രീബാലയുടെ മനസ്സ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും വർഷങ്ങൾക്ക് പുറകിലേക്ക് ഓടുകയായിരുന്നു. ആ കൂട്ടത്തിൽ ആദ്യം ഓടിയെത്തിയ മുഖവും അവന്റെ ആയിരുന്നു, ഇന്ദ്രന്റെ. വർഷങ്ങൾക്കിപ്പുറവും ഇന്ദ്രിയത്ത് എന്ന വലിയ പലിശക്കാരന്റെ മുഖം കാണുമ്പോൾ ഉള്ളിൽ ഭയം നിറയുമെങ്കിലും ആ പഴയ 6ാം ക്ലാസ്സുകാരുടെ ഓർമ്മകളിൽ ഇന്ദ്രൻ ഇന്നും തന്നെ ചിരിപ്പിക്കാറുണ്ട്. മുന്നിൽ കിടന്ന സാരികൾ മടക്കുന്ന കൂട്ടത്തിൽ ഓർമ്മകളുടെ ആ പഴയ പുസ്തകം ഒന്നുകൂടി തുറക്കുകയായിരുന്നു ശ്രീബാല. ചെത്തുകാരൻ കുമാരന്റെ മകൾ. നാട്ടുകാർക്ക് അവൻ ചെത്തുകുമാരന്റെ മോൻ ഇന്ദ്രൻ മാത്രമായിരുന്നുവെങ്കിൽ കുമാരേട്ടന് അവൻ അയാളുടെ ജീവനായിരുന്നു. സ്വന്തമായി ചെത്തുപണിയും അതിനൊത്ത കള്ളുകൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മകന്റെ കാര്യത്തിൽ ആ അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു അവനെപ്പോഴും ടിപ്പ് ടോപ്പായി നടക്കണമെന്ന്. നാട്ടിൽ ഏത് പുതിയ ഫാഷൻ ഷർട്ടോ പാൻറ്റോ ഇറങ്ങിയാലും അത് ആദ്യം ഇട്ട് കാണുന്ന ഇന്ദ്രനായിരുന്നു. അത്ര വലിയ പണക്കാരൊന്നും അല്ലാതിരുന്നിട്ടും മകനെ രാജകുമാരനെ പോലെ നടത്തുന്ന കുമാരേട്ടനോട് തനിക്കും ബഹുമാനം തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അച്ഛന്റെ സൈക്കിളിന്റെ പുറകിൽ നിന്ന് പോകുന്ന അവനെ ബാല കണ്ടിട്ടുണ്ടെങ്കിലും അവൾ 5ാം ക്ലാസ്സിൽ മേലെ പാടുന്ന സ്കൂളിലെത്തിയപ്പോഴാണ് ഇന്ദ്രനും അതേ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞത്. ഇന്ന് അവൻ 7ാം ക്ലാസ്സിലാണ്. അന്നേ അത്യാവശ്യം പൊടിമീശയൊക്കെയുള്ള ഒരു സുന്ദരനായിരുന്നു ഈ പുള്ളി. പഠിത്തത്തിൽ അത്ര പോരെങ്കിലും തല്ലിയുള്ളിത്തരത്തിൽ ഒന്നാമനായിരുന്നു. എങ്കിലും സ്കൂളിലെ പെൺപിള്ളേർക്ക് അവനോട് വല്ലാത്തൊരു ആരാധനയായിരുന്നു എന്നതും സത്യം. 5ൽ പഠിക്കുമ്പോഴാണ് ബാലയുടെ കൂട്ടുകാരി ആരണ്യ ആദ്യമായി ഇന്ദ്രനെ അവൾ കാണിച്ചിരുന്നത്. ഡീ ബാലി, ദേ ആ പോണ് നമ്മുടെ സ്കൂളിലെ ഹീറോ ഇന്ദ്രൻ, എന്ത് ലുക്കാണല്ലേ കാണാൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആരണ്യ അവനെ കുറിച്ച് വാതോരാ പറഞ്ഞു തരുമ്പോൾ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ചെറിയ ചായ്വ് പ്രകടമായിരുന്നു. അതിന് 6ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ബാലയും കൂട്ടുകാരും സ്കൂളിലേക്ക് പോകുന്ന അതേ വഴിയിലൂടെ ഇന്ദ്രൻ സൈക്കിളിൽ വേഗത്തിൽ പാഞ്ഞു പോകുന്ന പതിവായി. പക്ഷെ അവളോടൊന്നും മിണ്ടില്ല. നല്ല അസൽ ജാടയുള്ള ചെക്കൻ. ഭാര്യ അതൊന്നത്ര കാര്യമാക്കിയിരുന്നില്ലെങ്കിലും അവൻ പോകുമ്പോൾ അറിയാതെ നോക്കി പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കിഴക്കേലെ ചന്ദ്രിക ചേച്ചിയുടെ മകളുടെ കല്യാണം വരുന്നത്. ചന്ദ്രിക ചേച്ചി ഇന്ദ്രന്റെ ഏതോ അകന്ന ബന്ധുവാണ്. കല്യാണത്തിന് ഇന്ദ്രനും ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു അവന്റെ യഥാർത്ഥ ഷോ ഓഫ് അവൾ കണ്ടത്. വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് ആഹാരം വിളമ്പാനും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനാവും മുന്നിലായിരുന്നു. സത്യം പറഞ്ഞാൽ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടു വന്ന ആ പൊടിമീശക്കാരൻ അന്നൊന്ന് വായി നോക്കിയില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകുമെന്ന് ബാലയ്ക്ക് ഇപ്പോഴും തോന്നും. കല്യാണമൊക്കെ കഴിഞ്ഞ അടുത്ത ദിവസം ചെക്കന്റെ വീട്ടിലേക്ക് വിരുന്നു പോകാനുള്ള നേരമായി. പെണ്ണിന്റെ വീട്ടുകാരായ തങ്ങൾക്ക് പോകാൻ 3-4 മിനി ബസ്സുകൾ ഏർപ്പാടാക്കിയിരുന്നു. ബാല കയറിയ അതേ ബസ്സിൽ തന്നെയായിരുന്നു ഇന്ദ്രനും കയറിയത്. ഒരു ഇറുകിയ പാൻറ്റും അതിന് യോജിച്ച അടിപൊളി ഷർട്ടും ഒക്കെ ഇട്ട് അന്ന് അവൻ നല്ല ചെത്തായിട്ടാണ് വന്നിരുന്നത്. കുറെ പെണ്ണുങ്ങൾ മാത്രമുള്ള ആ ബസ്സിൽ ഒരു കിളിയെ പോലെ ചാടയും ഇട്ടിരിക്കുന്ന ഇന്ദ്രനെ നോക്കി ബാല അന്ന് മനസ്സിലെന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബസ് പെണ്ണിന്റെ വീട്ടിലെത്തി. ആളുകളൊക്കെ ഓരോരുത്തരായി ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ബാല ബസ്സിന്റെ ഏറ്റവും പുറകിലെ സീറ്റിലായിരുന്നു കൊണ്ട് ആൾ പതിയാണ് എഴുന്നേറ്റ് മുന്നോട്ട് വന്നത്. ആൾ വാതിലിനടുത്തേക്ക് എത്തിയപ്പോഴാണ് ഇന്ദ്രൻ എന്തോ സാധനം എടുക്കാൻ മറന്നുപോയി എന്നും പറഞ്ഞ് ധൃതിയിൽ വണ്ടിക്കുള്ളിലേക്ക് വീണ്ടും കയറിയത്. അവൻ പെട്ടെന്ന് കയറിയതുകൊണ്ട് ബാലക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ആൾ ബസ്സിനുള്ളിൽ തന്നെ പെട്ടു. അവനെ മറികടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ബാലയെ അവൻ കൈ നീട്ടി തടഞ്ഞു. ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ല കുട്ടി, ഞാൻ ഇതുമായിട്ട് ഇറങ്ങിയിട്ട് നീ ഇറങ്ങിയാൽ മതി. വലിയ ഗൗരവത്തിൽ അത്രയും പറഞ്ഞ് അവൻ ആ ബസ്സിന്റെ മുന്നിൽ നിന്ന് ഒരു വലിയ ചാക്കിട്ടും പൊക്കി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു കാലം എടുത്തു വെച്ചതാണ്. കിറുകിറു എന്നൊരു ശബ്ദമാണ് പിന്നെ കേട്ടത്. വേറൊന്നുമില്ല, അവൻ ജാടയിൽ കാല് വലിച്ചു വെച്ചപ്പോൾ അവന്റെ ഇറുകിയ പുതിയ പാന്റ് പാതി വഴിക്ക് കീറി. കയ്യിലൊരു ചാക്കിട്ടും പൊക്കി പാനും കീറി എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുന്ന അവനെ കണ്ട് ബാലയ്ക്ക് ചിരി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. പതിയൊന്നുമില്ല, പൊട്ടി പൊട്ടി
അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചിരിക്കുമ്പോൾ ഇന്ദ്രന്റെ ആ അവസ്ഥ. ചാക്കും താഴെയിട്ട് പുറത്തേക്ക് ഓടിപ്പോയ അവനെ ചന്ദ്രിക ചേച്ചിയുടെ മകളുടെ ഭർത്താവിന് അനിയന്റെ ഒരു പാന്റ് കടം വാങ്ങി ഒടിപ്പിച്ചാണ് അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് പിന്നീട് ആരോ പറഞ്ഞു കേട്ടിരുന്നു. അന്ന് കുറെ ചിരിച്ച ആ ദിവസം അവസാനിച്ചെങ്കിൽ അടുത്ത ദിവസം സ്കൂളിൽ പോയ ബാല ഈ തമാശക തന്റെ കൂട്ടുകാരോടും വിളമ്പി. പതിയാക്കാതെ ക്ലാസ് വിട്ട് സ്കൂൾ മുഴുവൻ പടർന്നോടെ പാന്റ് കീറിയെന്ന ഇന്ദ്രന്റെ ഇരട്ടപ്പേര്. ഓരോരുത്തരെയും തന്നെ ആ പേര് വിളിക്കും തോറും അവന്റെ മനസ്സിൽ അവളോട് വൈരാഗ്യമായി. ഡി ശ്രീ, നീ ഇതെന്താ ആലോചിക്കുക? വേഗം സാരി മണിക്ക് വെച്ച്. ബിന്ദു ചേച്ചിയുടെ ശബ്ദം കേട്ട ബാല ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്ന് പകപ്പോടെ ചുറ്റിലും നോക്കുമ്പോൾ ആ പഴയ ചിത്രങ്ങളൊന്നും ചുറ്റിലുമില്ല. എന്നിട്ടും ആ ഓർമ്മയുടെ പതർച്ചിൽ നിൽക്കുന്ന അവളോട് എന്താടി എന്തു പറ്റി എന്ന് ബിന്ദു ചോദിക്കുമ്പോഴും ഒന്നുമില്ലെന്ന് തന്നെയായിരുന്നു അവളുടെ മറുപടി. അന്ന് ഉച്ചയ്ക്ക് ചോറഴിക്കാതിരിക്കുമ്പോഴും ബാല ആ പഴയ കഥകളുടെ ബാക്കിൽ തന്നെയായിരുന്നു മുഴുകിയിരുന്നത്. ഓർക്കാൻ സുഖമോ വേദനയോ എന്നറിയാത്ത അതേ ഓർമ്മ തന്നെ. പതിയെ ആ പാന്റ് കീറിയ കഥ ആ ക്ലാസ് വിട്ട് സ്കൂൾ മുഴുവൻ പടർന്നോടെ പാന്റ് കീറിയ ഇരട്ട പേര് ഇന്ദ്രന്റെ കൂടെയായി. അത് തനിക്കുണ്ടായി തന്ന ബാലയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ അന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കൈ കഴുകാൻ നിൽക്കുന്ന അവൾക്ക് മുമ്പിലെത്തിയെങ്കിലും അവളുടെ ചോറ്റുപാത്രം വലിച്ചെറിഞ്ഞോടെ അവന്റെ കയ്യാങ്കളി നിന്നു. പിന്നെ വാക്കുകളായിരുന്നു. നീ തന്നെ എല്ലാവർക്കും മുമ്പിൽ നാണം കെടുത്തി. എന്റെ ഇമേജ് ചേർത്ത് നീ ചെവിയിൽ നിന്നുള്ളിക്കോ, ഇത് ഞാൻ പകരം ചോദിക്കും എന്തൊക്കെയോ ആദ്യം പറഞ്ഞിട്ട് അവസാനം അവൻ അതുകൂടി കൂട്ടിച്ചേർത്ത് തിരിഞ്ഞടക്കുമ്പോൾ ബാലയ്ക്ക് ചിരിയാണ് വന്നത്. പിന്നീട് സ്കൂളിൽ വെച്ച് കണ്ടാലൊരു നോട്ടം. മറ്റു പല ദിവസങ്ങളിൽ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ സൈക്കിളിൽ പുറകെ വന്ന് മനഃപൂർവ്വം അവരുടെ ദേഹത്തെ ചെളിതെറിപ്പിക്കും. വെള്ള യൂണിഫോം ഷർട്ടിൽ ചെളി പറ്റുമ്പോഴുള്ള ആ ദേഷ്യത്തിലും അവന് പാന്റ് കീറി എന്ന് തന്നെ അവൾ വിളിച്ച് ദേഷ്യം തീർക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നവരുടെ പക ദിവസങ്ങൾ കടന്നുപോയി. ഒരു വർഷം വീണ്ടും കഴിഞ്ഞു. അവൾ 7-ലും അവന് 9-ലായപ്പോൾ പതിയെ ആ കളിയാക്കലൊക്കെ നിന്നു വന്നതാണ്. അവനും അതൊക്കെ വിട്ടുകാണെന്നാണ് ബാല കരുതിയത്. പക്ഷെ അവനൊന്നും മറന്നിരുന്നില്ല. അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ക്ലാസ്സിൽ നിന്ന് മലയാളം ബുക്ക് എടുക്കാൻ മറന്ന കാര്യം അവൾ ഓർത്തത്. അതെടുക്കാൻ ഓടി ക്ലാസ്സിൽ വന്നപ്പോൾ ബുക്ക് ബെഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അതും എടുത്ത് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതും പെട്ടെന്നാണ് തന്നെ ഞെട്ടിച്ചുകൊണ്ട് നനഞ്ഞൊലിച്ച് അവൻ ആ ക്ലാസ്സിലേക്ക് ഓടിക്കയറിയത്. പേടിച്ചു പോയവൾ പിന്നോട്ട് മാറുമ്പോൾ ഒരുതരം കുറുകിയ നോട്ടവും ദേഷ്യം നിറച്ച് അവൻ അവൾക്കടുത്തേക്ക് അടുക്കുകയായിരുന്നു. അവനെ മറികടന്ന് പോകാൻ ശ്രമിച്ച ഉടനെ അവനവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇന്ദ്ര വീട്, എനിക്ക് പോണം. അവളുടെ ശബ്ദം ഇറക്കുമ്പോഴും അവന്റെ കണ്ണുകളിൽ ഒരു തരം വിജയിച്ചിരിയായിരുന്നു. നീ എങ്ങോട്ടും പോകുന്നില്ലടി, നീ ഇന്നിവിടെ നിൽക്കും എന്റെ മുമ്പിൽ. ഈ സ്കൂള് മൊത്തം എന്നെ നാറ്റിച്ചവളല്ലേ നീ. എന്നെ അങ്ങനെ നാണം കെടുത്തിയതിന്റെ ഫലം നീ ഇന്ന് അറിയാൻ പോവാ. അതും പറഞ്ഞ് അവൻ അടുത്തേക്ക് വരുന്തോറും ഭയന്ന് വിറച്ച് അവൾ പിന്നോട്ട് മാറി. ഒടുവിൽ ഭിത്തിയിൽ തട്ടി നിൽക്കുമ്പോൾ അവൻ മുന്നിലെത്തി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവന്റെ കണ്ണിൽ വല്ലാത്തൊരു ക്രൂരത പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൻ തന്നെ 2 കൈ അവളുടെ ഇരുവശത്തുമായി ഭിത്തിയിൽ കുത്തി മുഖം തനിക്കടുത്തേക്ക് അടുപ്പിച്ചപ്പോൾ ബാലയാകെ പേടിച്ചു പോയി. ചേട്ടാ വേണ്ട, ഞാൻ അറിയാതെ. അവന് മുമ്പിൽ അവൾ കൈകൂപ്പി കരഞ്ഞു പോകുമ്പോൾ ഭാഗ്യത്തിനെന്ന പോലെ ക്ലാസ് പൂട്ടാവുന്ന പ്യൂൺ ചേട്ടൻ അവിടെ എത്തി. എന്താണ് അവിടെ? അയാളുടെ കടുപ്പമുള്ള ശബ്ദം കേട്ടതും ഇന്ദ്രൻ ഞെട്ടി കൈകൾ മാറ്റി. ആ സമയം കൊണ്ട് അവൾ കരഞ്ഞു വിളിച്ചു. ആ ചേട്ടന്റെ അടുത്തേക്ക് ഓടി നടന്നെല്ലാം പറഞ്ഞോടെ അവനെ കൈയോടെ പിടിച്ചാൽ സ്റ്റാഫ് റൂമിൽ എത്തിച്ചു. 9-ൽ പഠിക്കുന്ന പയ്യൻ 7-ൽ പഠിക്കുന്ന കുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ സംഭവം വിഷയമായതോടെ അവൻ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അവിടെ കൊണ്ടും തീർന്നില്ല അതിന്റെ ബാക്കി. അന്ന് വരെ അവനെ പാന്റ് കീറിയെന്ന് വിളിച്ച് കളിയാക്കിയ കുട്ടികൾ പിന്നീട് ബാലയോടായി ചോദ്യങ്ങൾ. അവനെന്തെങ്കിലും ചെയ്തോ, ഉമ്മ തന്നോ, വയറിൽ പിടിച്ചോ, അങ്ങനെ പല കഥകളും പിള്ളേരിറക്കി. ആ സ്കൂളിൽ തനിക്ക് പഠിക്കാൻ വയ്യെന്ന് തോന്നിയെങ്കിലും അതൊന്നും പങ്കുവെക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തനിയെ സഹിച്ചു. കുറച്ചു വർഷം ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പിള്ളേർ അതൊക്കെ മറന്നുവെങ്കിലും അവന്റെ ഉള്ളിലെ വാശി അന്നും ഇന്നും അടങ്ങിയിരുന്നില്ല. തന്നെ കാണുമ്പോഴൊക്കെ ദേഹത്ത് അവൻ ചളിതെറിപ്പിക്കും. ആദ്യം സൈക്കിൾ വന്നിട്ടായിരുന്നു, പിന്നീട് ആ സ്കൂട്ടറിലായി. +2 വരെ അവൻ സ്കൂളിൽ പോയിട്ടുള്ളൂ. പക്ഷെ അവന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. ചെത്തുകാരൻ കുമാരന്റെ മകൻ ഇന്ദ്രൻ മുതലാളിയായതും ദുശീലങ്ങളും കള്ളുകൂടിയും കൂട്ടായതും പെട്ടെന്നായിരുന്നു. കുടിയും അടിയും സ്ഥിരമായി ഉണ്ട്. പലിശ കൊടുപ്പാണ് മെയിൻ ബിസിനസ്. പണം വാങ്ങി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ഒരു വീട്ടിൽ കയറി താമസിക്കുന്ന രീതിയാണ് അവന്. കൂടെ പെണ്ണുപിടിയൻ എന്ന പേരും കേട്ടു തുടങ്ങിയിട്ട് കുറച്ചേ ആവുന്നുള്ളൂ. നാട്ടിൽ അവനൊരു സെറ്റപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു നന്ദിനി, അവർക്ക് ഭർത്താവുള്ളതാണ്. അയാൾ കുടിയനാണെന്നോ നാട്ടിലില്ലെന്നൊക്കെയാണ് കേൾക്കുന്നത്. അവിടെയാണ് ഇവൻ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ അവളെയും കൊണ്ട് ബൈക്കിൽ പോകുന്ന ബാല കണ്ടിട്ടുണ്ട്. ആ ഇന്ദ്രന്റെ കയ്യിൽ നിന്നാണ് രുക്മിണിയമ്മ വീടിന്റെ പ്രമാണം വെച്ച് പണം കടം വാങ്ങിയത്. അത് കൊടുക്കാൻ വന്നപ്പോൾ അവൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ആ ദേഷ്യത്തിലാണ് അന്ന് താൻ പണം തന്നോളാന്ന് വാക്ക് പറഞ്ഞ് പോയത്. പക്ഷെ അതും നടന്നില്ല. അവസാനം അവൻ ചോദിച്ച് തന്നെ അവന് കെട്ടിച്ചു കൊടുത്താൽ ആ പണം വേണ്ടെന്നാണ്. രുക്മിണി അമ്മയ്ക്ക് അത് സന്തോഷമുള്ള കാര്യമാണ്, എങ്ങനെയെങ്കിലും തന്നെ ഒഴിവാക്കാമല്ലോ. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല. അതിലുപരി അവന് തനിക്ക് വലിയ പേടിയുമായിരുന്നു. ഓർമ്മകളിൽ തുടങ്ങിയ ചിന്തകൾ അവളുടെ ഉള്ളു പോച്ചു. ചോറ് കഴിച്ചു കഴിയുന്നവരെയും അവൾ അതൊക്കെ തന്നെ ഓർത്തിരുന്നു. നിശബ്ദയായിരുന്നു. പിന്നെ പതിയാതെ വിട്ട് തന്നെ ജോലികളിൽ മുഴുകുമ്പോഴും അവനൊരു വലിയ പേടിയായി തന്നെ അവളുടെ ഉള്ളിൽ കിടന്നു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങുമ്പോഴെല്ലാം നല്ല മഴയായിരുന്നു.
നനഞ്ഞു കുതിർന്ന ഒരു വിധമാണ് ബാല വീട്ടിൽ ചെന്ന് കയറിയത്. ആൾ ഉമ്മറത്തേക്ക് കയറുമ്പോൾ തന്നെ വിദ്യയുടെ ഉച്ചത്തിലുള്ള സംസാരം ബാല കേട്ടിരുന്നു. ആൾ എന്തിനാണ് അച്ഛനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നതെന്ന് ചിന്തിച്ചാണ് ബാല അങ്ങോട്ട് ചെന്ന്. എന്താ വിദ്യേ, എന്താ ഇവിടെ പ്രശ്നം? ബാല ബാഗ് മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു. ബാലയെ കണ്ട വിദ്യയുടെ ദേഷ്യം കൂടി. നീയല്ലേ ഇനി കോളേജിൽ അടക്കാൻ പൈസ തരാന്ന് വാക്കെന്ന്, എന്നിട്ടാ കോളേജ് ഫീസ് അടക്കാത്തതിന് എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടും. അപ്പോഴേക്ക് അവൾ വന്നറിഞ്ഞ് അടുക്കളയിൽ നിന്ന് രുക്മിണി അങ്ങോട്ട് വന്നിരുന്നു. വലിയ തറവാടിത്തം കാണിച്ച് കടക്ക് ഞാൻ വീട്ടിൽ കൊള്ളാന്ന് പറഞ്ഞ് നടന്നവളാ. ഇപ്പതാ എന്റെ കൊച്ചിന്റെ പഠിത്തം മുടങ്ങാൻ പോകുന്നു, എക്സാം വരാൻ പോവാ. ഫീസ് അടച്ചില്ലെങ്കിൽ ആൾ ടിക്കറ്റ് കൊടുക്കില്ലെന്ന്. നിനക്ക് സന്തോഷമായല്ലോ, എന്റെ കൊച്ചിന്റെ പഠിപ്പ് മുടങ്ങുന്ന കാണുമ്പോൾ നിനക്ക് സന്തോഷമാവുമല്ലോ. അതുകൂടി കേട്ടതും വിദ്യക്ക് അറിയാനും തുടങ്ങി. ഇനി ഞാൻ ആ കോളേജിലേക്ക് പോകുന്നില്ല, പഠിത്തം നിർത്തുക, ഞാൻ വല്ല ജോലിക്കും പോവാ. മോളെ വിദ്യേ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ശ്രീമോളും കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ. നിങ്ങൾ അവളെ ഒന്നും മനസ്സിലാക്ക്. ദാസൻ സങ്കടത്തോടെ ഇടക്ക് കയറി പറയുമ്പോൾ രുക്മിണി അയാൾക്ക് നേരെ തിരിഞ്ഞു. നിങ്ങളൊന്നും മിണ്ടാണ്ടിക്ക് മനുഷ്യ. അവൾക്ക് തുണിക്കടയിൽ നല്ല ശമ്പളം കിട്ടുന്നെന്ന് എനിക്കറിയാം. എന്നിട്ട് എന്റെ കൊച്ചിന്റെ ഫീസ് അടക്കാൻ അവൾക്ക് വയ്യ. എന്റെ കൊച്ചിന്റെ ഭാവി പോയില്ലേ ഇവള് കാരണം. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെയുള്ള രുക്മിണി അമ്മയുടെ കുറ്റപ്പെടുത്തലുകൾക്ക് ബാല മറുപടിയൊന്നും പറഞ്ഞില്ല. ആൾ പതിയെ തന്റെ കാതിൽ കിടന്ന കമ്മലുകൾ ഊരിയെടുത്ത് വിധിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്റെ അമ്മയുടെ ഒരേ ഒരു ഓർമ്മയായത്, ഇത് വാങ്ങിക്കോ. ഈ നാളെ തന്നെ കൊണ്ടുപോയി പണം വെച്ച് നിന്റെ കോളേജ് ഫീസ് അടച്ചു. ഇനി ഞാൻ കാരണം നിന്റെ പഠിത്തം പോയെന്ന് പറയരുത്. ബാല പറഞ്ഞു നിർത്തുമ്പോൾ വിദ്യ അവളുടെ മുഖത്തേക്ക് നോക്കി, ശേഷം ആ കമ്മലിലേക്കും. അത് വാങ്ങി വെച്ചേക്ക് വിദ്യ, നാളെ തന്നെ ഇത് പണം വെച്ച് കോളേജിൽ പോകാൻ നോക്കി നീ. ഇനി ഞാൻ അവളെ തിരികെ കൊടുക്കുമോ എന്ന് പേടിച്ചുള്ള രുക്മിണിയമ്മയുടെ വാക്കുകൾക്ക് ബാല പുച്ഛത്തോടെയാണ് അവരെ നോക്കിയത്. ഒരു നന്ദി വാക്ക് പോലും പറയാതെ വിദ്യ കമലുമായി മുറിയിലേക്ക് പോകുമ്പോൾ വേദനയോടെ അച്ഛനും ബാലയെ നോക്കി. ഒന്നുമില്ല അച്ഛ, അത് പതിയെ ഞാൻ തന്നെ എടുത്തോളാം. അച്ഛൻ വിഷമിക്കാതെ, ഞാൻ പോയിന്ന് ഡ്രസ്സ് മാറട്ടെ. അച്ഛന്റെ സങ്കടം കാണാൻ വയ്യാതെ ബാലവേഗ അകത്തേക്ക് നടന്നു. മുറിക്കുള്ളിൽ കയറി വാതിലടച്ചവും ഇത്രയും നേരം അടക്കി പിടിച്ച സങ്കടങ്ങൾ ഒരു തിര പോലെ പുറത്തേക്ക് വന്നുപോയിരുന്നു. കുറെ നേരം കരഞ്ഞവൾ പിന്നെ എപ്പോഴും ചിന്തിക്കുന്ന പോലെ. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് സ്വയം പറഞ്ഞ് ആൾ വേഗം കണ്ണീര് തുടച്ച് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം ഒന്ന് കുളിച്ചു. ആ കുളി ശരീരത്തെ തണുപ്പിച്ചെങ്കിലും മനസ്സിന്റെ ഭാരം അപ്പോഴും കുറഞ്ഞിരുന്നില്ല. കുളി കഴിഞ്ഞവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ കലങ്ങളൊക്കെ കാലിയായി കിടക്കുകയാണ്. വീട്ടിലൊരു അരിമണി പോലുമില്ലെന്ന് കണ്ടപ്പോൾ അവൾ ഉമ്മർത്തിരുന്ന രുക്മിണിയോട് ചോദിച്ചു. അമ്മേ, ഇവിടെ അരിയില്ലേ? കഞ്ഞിയൊക്കെയൊന്നും കാണുന്നില്ലല്ലോ. ബാലയുടെ ചോദ്യം കേട്ട് രുക്മിണി തിരിഞ്ഞുപോലും നോക്കാതെ വളരെ അലസമായി പറഞ്ഞു. അത് തീർന്നു. നീ അരി വാങ്ങാൻ തന്ന പൈസ ഇല്ലേ, അത് ഞാൻ അയൽക്കൂട്ടത്തിലെ ചിട്ടിക്ക് വെച്ചു. അപ്പൊ നമ്മളിന്ന് രാത്രി എന്താ കഴിക്കുക? ബാലയുടെ സ്വരത്തിൽ വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു. അതിനല്ലേ നിനക്കൊരു ജോലിയുള്ളത്, നീ അങ്ങ് പോയി വാങ്ങിക്കൊണ്ടു വന്നാ മതി. രുക്മിണി തികഞ്ഞ സ്വാർത്ഥതയോടെ പറയുമ്പോൾ നിസ്സഹായി നിന്ന് പോകാനേ അവൾക്ക് ആയുള്ളൂ. വിദ്യ വളർന്നു വരികയല്ലേ മോളെ, അവൾക്കൊന്നും കരുതി വെച്ചില്ലെങ്കിൽ നാളെ അവൾ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകും. നിനക്കാണെങ്കിൽ ഒരു ജോലിയെങ്കിലും ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാം. പക്ഷെ അവളോ ഒന്നും അറിയില്ല, അതാ എന്തെങ്കിലും കരുതി വെക്കുന്നത്. അവസാനം അല്പം തണുത്ത മട്ടിൽ അവർ പറഞ്ഞു നിർത്തുമ്പോൾ ബാല വെറുതെ ഒന്ന് മൂളി. ശേഷം ഒന്നും മിണ്ടാതെ അവൾ മുറിയിലേക്ക് നടന്നു. ഒരു ഷോൾ എടുത്തിട്ട് കുടയും എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി. അച്ഛന് രാത്രി ഗുളി കഴിക്കണമെങ്കിൽ കഞ്ഞി കുടിക്കണം, അതിന് അരി വാങ്ങിയേ പറ്റൂ. അവൾ അച്ഛനോട് പറയാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. പുറത്ത് മഴ കാരണം നല്ല ഇരുട്ടുണ്ടായിരുന്നു. വഴി പോലും നേരെ കാണാൻ പറ്റാത്ത അവസ്ഥ. തണുപ്പ് കാരണം അവൾ കുടയും ചൂടി വേഗത്തിൽ നടക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ബൈക്ക് പാഞ്ഞു വന്ന് റോഡിലെ ചെളിവെള്ളം അവളുടെ ദേഹത്തേക്ക് തെറിപ്പിച്ച് മുന്നോട്ട് പോയത്. പെട്ടെന്നുള്ള ആ വീഴ്ചയിൽ ബാലയുടെ കണ്ണുകൾ അടഞ്ഞു പോയെങ്കിലും അവൾ കണ്ണു തുറക്കുമ്പോൾ ആ ബൈക്ക് അവൾ തിരിച്ചറിഞ്ഞു. ആ കറുത്ത ബുള്ളറ്റ് ഇവനായിരുന്നോ? തന്നിൽ നിന്ന് കുറെ അകലെയായ ആ ബുള്ളറ്റ് നോക്കി അവൾ പിറുവിറുക്കുമ്പോൾ സങ്കടവും വന്നിരുന്നു. തനിയെ ഒന്ന് സമാധാനിക്കാനുള്ളിൽ തോന്നിയ ചീത്തയൊക്കെ അവനെ വിളിച്ചു. അവൾ കവലയിലെ പലചരക്കടിയിൽ എത്തുമ്പോൾ ദാ കടക്കുമ്പിലിരിക്കുന്ന അവന്റെ ബുള്ളറ്റ്. അവൾ ഒരു ചെറിയ പരിഭ്രമത്തോടെ ചുറ്റും നോക്കിയെങ്കിലും അവൻ അവിടെയെങ്കിലും ഇല്ലായിരുന്നു. ഭാഗ്യം, ഇവിടെയെങ്കിലും ഇല്ല ആ സാധനം എന്ന് പിറുവിറുത്ത് അവൾ കടക്കുള്ളിലേക്ക് കയറിയതും ദാ അവൻ ആ കടക്കാരൻ ചേട്ടനോട് എന്തോ ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് അവൻ അവിടെ കണ്ടതും തിരിച്ചു പോയാലെന്നുവരെ ബാല ചിന്തിച്ചതാണ്. പക്ഷെ അച്ഛന്റെ മുഖം ഓർമ്മ വന്നപ്പോൾ അവൾ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് ഇന്ദ്രനും തിരിഞ്ഞു നോക്കിയത്. അവളുടെ നനഞ്ഞ രൂപവും ദേഹത്തെ ചെളിപ്പാടുകളും ഒന്നുകൂടി നോക്കിയവൻ. അവൻ പതിയെ അവൾക്കരികിലേക്ക് നടന്നു വന്നു. അവൾക്കത് അരോചകമായി തോന്നിയെങ്കിലും അവനതൊന്നും ശ്രദ്ധിക്കാതെ ചോദിച്ചു. എന്താ ബാലേ, ഒരു ലുക്ക് കുറവ് പോലെ? നിന്റെ ആ കാതിലെ സാധനം എവിടെയാടി? അവന്റെ നോട്ടത്തിനൊപ്പം അവൻ അതുകൂടി ചോദിക്കുമ്പോൾ ബാലയുടെ നെഞ്ചൊരു നിമിഷം കാളി. ഇയാളെന്തിനതൊക്കെ തിരക്കുന്നു? ദേഷ്യമുണ്ടെങ്കിലും അവനോടത് പറയാൻ കഴിഞ്ഞില്ല അവൾക്ക്. അത് ഒടിഞ്ഞുപോയി, നന്നാക്കാൻ കൊടുത്തേക്കുവാ. അവളുടെ മറുപടിക്ക് ഇന്ദ്രനൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. ഒടിഞ്ഞതാണോ അതോ ചെറിയമ്മക്കും മോൾക്കും പണയം വെക്കാൻ കൊടുത്തോ? നീയാണല്ലോ അവരുടെ രക്ഷക. എന്തിനാണ് ഈ നന്ദിയില്ലാത്ത അവറ്റകൾക്ക് വേണ്ടി നീ നിന്റെ സ്വന്തം ജീവിതം കളയുന്നത്? ഓ, ഇതൊക്കെ പറയാൻ ഞാൻ ആരല്ലേ നിന്റെ? സോറി ശ്രീബാല, ഞാൻ വെറുതെ ചോദിച്ചു തന്നേ ഉള്ളൂ.
അവൻ തന്നെ പറഞ്ഞ് അവൻ തന്നെ ആ സംഭാഷണം അവസാനിപ്പിക്കുമ്പോഴും അവളൊന്നിനും മറുപടി കൊടുത്തില്ല. നിസ്സഹായതയോടെ അവൾ മുഖം താഴ്ത്തി നിൽക്കുമ്പോഴാണ് റോഡിലൊരു ബസ് വന്ന് ഓണടിച്ചത്. പെട്ടെന്ന് ആ ശബ്ദം കേട്ടതും ഇന്ദ്രന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറി. അവൻ വേഗം കടലിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ അവൻ ആരെയോ ബസ്സിൽ പ്രതീക്ഷിച്ചാണ് വന്നിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. ആരാണ് ആ ബസ്സിൽ നിന്നെന്നറിയാൻ അവൾ റോഡിലേക്ക് നോട്ടം അയക്കുമ്പോൾ ബസ്സിന്റെ വാതിലൂടെ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നിരുന്നു. നന്ദിനി. കൂടെ അവിടെ കുഞ്ഞുമുണ്ട്. ഒരു കയ്യിൽ ബാഗും മറുകയിൽ കുഞ്ഞിന്റെ കൈയും പിടിച്ച് ചുറ്റും നോക്കി ഇറങ്ങി അവൾ ഇന്ദ്രനെ കണ്ടതും പുഞ്ചിരിച്ചു. ഇന്ദ്ര അതുവരെ തന്നോട് കാണിച്ച ആ കടുപ്പമെല്ലാം മാറി മുഖത്തൊരു ചിരിയുമായി നന്ദിനിയുടെ അടുത്തേക്ക് നടക്കുന്ന ഇന്ദ്രൻ ബാലക്ക് അത്ഭുതമായി തോന്നി. അവളുടെ കയ്യിൽ നിന്ന് ആ 3 വയസ്സുകാരിയെ വാങ്ങിയെടുത്ത് അവളുടെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുക്കുമ്പോൾ ആ കവലിൽ പലരും അവരെ നോക്കി പിറുവിറുക്കുന്നുണ്ടായിരുന്നു. പോവാം. ആ കുഞ്ഞിനെ ബൈക്കിന്റെ മുമ്പിൽ വെച്ച് ആളെ ബുള്ളറ്റിന്റെ പുറകിൽ കയറ്റി അവൻ ആ ബൈക്ക് മുന്നോട്ട് എടുക്കുമ്പോൾ ബാല സംശയങ്ങളോട് അവരെ തന്നെ നോക്കിയെങ്കിലും അവൻ പിന്നെയൊന്നും അവളെ നോക്കാൻ കൂടി നിന്നില്ല. അല്ലേട്ടാ, ആ ഇന്ദ്രന്റെ കൂടെ പോയത് ആരാ? അവനെ ഞാൻ ഈ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. കടയിലെ ചേട്ടൻ അരി ഇളക്കുന്ന കൂട്ടത്തിൽ അവൾ അയാളോട് ചോദിച്ചു. അതോ, ആ നന്ദിനിയാ മോളെ. ഈ അടുത്തിവിടെ വന്ന് താമസാക്കിയതാ. മോൾക്ക് അറിയോന്നറിയില്ല. കണാരേട്ടന്റെ മോള്. അവളൊരു പട്ടാളക്കാരന്റെ പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയതായിരുന്നു. അവൻ മരിച്ചു. അങ്ങനെ ഈ കൊച്ചു വീണ്ടും ഇവിടെ വന്നു. കണാരേട്ടനും ഈ കഴിഞ്ഞ വർഷം മരിച്ചു. പിന്നെ ഇപ്പൊ ഇവൻ അവർക്ക് കൂട്ടിരിപ്പ്. അയാളുടെ മറുപടി ബാലൊന്നും മിണ്ടാക്കി കേട്ട് നിൽക്കുമ്പോൾ അയാൾ തുടർന്നു. അവന്റെ സ്വഭാവത്തിന് അവനും വേണ്ട ഒരു പെണ്ണ്. അത് നേരാവണ്ണം കിട്ടില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ആട്ടേന്ന് കരുതി കാണും. ഇവനേക്കാൾ ആ കൊച്ചു ഒരുപാട് മൂത്തതാ. അവൾക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലിയുണ്ട്. അരി പൊതിഞ്ഞിട്ട് അവളുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് അയാൾ ആ സംഭാഷണം അവസാനിപ്പിക്കുമ്പോഴും അവളെല്ലാം കേട്ടുന്നതേയുള്ളൂ. അല്ലെങ്കിൽ താനെന്തിനാണ് അയാളെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നതെന്ന് കരുതി അവൾ വേഗം വീട്ടിലേക്ക് നടന്നു. അവൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് അച്ഛൻ ആവലാതിയോടെ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയതാ മോളെ നീ ഈ മഴയത്ത്? ഞാനാകെ പേടിച്ചു പോയി. അവളെ കണ്ടതും ദാസൻ തളർന്ന സ്വരത്തിൽ ചോദിച്ചു. ഞാൻ കഞ്ഞിയൊക്കെ അരി വാങ്ങാൻ പോയതാ അച്ഛാ. അവൾ അടുക്കളയിലേക്ക് നടന്നു. രുക്മിണിയും വിദ്യയും മുറിക്കുള്ളിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ അവൾ വേഗം അരി കഴുകി അടുപ്പിലിട്ടു. കഞ്ഞി വെക്കുന്ന സമയം കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും രുക്മിണിയും വിദ്യയും മുറിക്ക് പുറത്തിറങ്ങി. കഞ്ഞി വെന്തു എന്ന് കണ്ടതും അവരുടെ പങ്ക് വിളമ്പി കുടിച്ച് അവർ ഉറങ്ങാൻ പോകുമ്പോൾ ബാല അച്ഛനുള്ള കഞ്ഞി വിളമ്പി അവൾക്ക് നൽകി. മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവളുടെ കൈകൾ പതിയെ പിടിച്ചു. മോളെ, അച്ഛനോട് നീ ക്ഷമിക്കേ. അച്ഛൻ അന്നൊരു തെറ്റുപറ്റിപ്പോയി. നിന്റെ അമ്മയുടെ സ്ഥാനം അച്ഛൻ അവൾക്ക് കൊടുത്തുപോയി. ആ മനുഷ്യന്റെ കണ്ണു നിറയുമ്പോൾ അവൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അയ്യേ, എൻ്റെ അച്ഛൻ കരയുകയാണോ? ഇങ്ങനെ ഒരു അമ്മ വന്നോണ്ടല്ലേ ഞാൻ സ്വയം ജീവിക്കാൻ പഠിച്ചത്. അച്ഛൻ ഒന്ന് ചിന്തിച്ച്. ഏത് കടലിളക്കി വന്നാലും അച്ഛൻ്റെ ഈ ശ്രീബാലാക്ക് നീതിക്കാരൻ പ്രാപ്തിയായി അച്ഛ. തമാശ പോലെ അവൾ അതും പറഞ്ഞ അച്ഛൻ്റെ കണ്ണു തുടച്ചു. അച്ഛന് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ച ശേഷം അവൾ മുറിയിലേക്ക് നടന്നു. രാത്രി കിടക്കുമ്പോഴും ബാലക്ക് ഉറക്കം വന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ വീണ്ടും ശക്തിയിൽ പെയ്യുന്നു. മനസ്സിലേക്ക് പലതും കടന്നു വരുന്ന കൂട്ടത്തിൽ ഇന്ദ്രന്റെ മുഖവും എങ്ങനെയൊക്കെയോ ഓടിയെത്തി. കൂടാൻ പറഞ്ഞ വാക്കുകളും. എന്തിനാണ് നന്ദിയില്ലാത്ത അവറ്റുകൾക്ക് വേണ്ടി നീ നിന്റെ സ്വന്തം ജീവിതം കളയുന്നത്? താനൊരു വിഡ്ഢിയാണെന്ന് അവൻ പോലും പരിഹസിക്കുമ്പോഴും താൻ ഇതിൽ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് തോന്നിപ്പോയി. തന്റെ ജീവിതം മറ്റുള്ളവർക്കായി ഹോമിക്കുമ്പോൾ തനിക്ക് തണലാകാൻ ആരാണുള്ളത്? അറിയില്ല. അന്നും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുത്തവൾ പതിവ് ജോലികൾ കഴിഞ്ഞ് അവൾ കടയിലെത്തുമ്പോൾ ബിന്ദു ചേച്ചി ചിട്ടി കിട്ടിയ കാശുമായി അവൾക്കകത്ത് അവിടെ ഉണ്ടായിരുന്നു. ദാ പിടിക്ക് ശ്രീ, ഇത് ഇന്നലെ എനിക്ക് അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ ചിട്ടി പൈസയാ. നീ ഇതുകൊണ്ട് എന്നാ ഇന്ദ്രന്റെ കൊടുക്ക്. എന്റെ കയ്യിൽ നിന്നാ ചെലവാകും. തന്നെ ഞെട്ടിച്ചുകൊണ്ട് ചേച്ചി ആ പൈസ കയ്യിൽ വെച്ചെന്ന് പറയുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയിരുന്നു. സ്വന്തമെന്ന് കരുതുന്നവർ പോലും തന്നോട് കാണിക്കാത്ത സ്നേഹം. വേണ്ടേച്ചി, ഇത് ചേച്ചിയുടെ കൈ തന്നെ ഇരിക്കട്ടെ. ചേച്ചിക്കും ആവശ്യങ്ങളുള്ളല്ലേ. ബാലം അടിച്ചു നിൽക്കുമ്പോൾ ബിന്ദു നിർബന്ധിച്ച ആ പണം അവളുടെ ബാഗിൽ തന്നെ വെച്ചു കൊടുത്തു. നീ കൂടുതൽ ചാടിയിടാതെ വൈകിട്ട് കൊണ്ടുകൊടുക്ക്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ബിന്ദു ചേച്ചിയുടെ നിർബന്ധത്തിന് മുന്നിൽ അവസാനം അത് സമ്മതിച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ബാലൻ നേരെ പോയ ഇന്ദ്രന്റെ ഫൈനാൻസ് ഓഫീസിലേക്കായിരുന്നു. ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും പുറമെ അവൾ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി. അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് കാര്യം പറഞ്ഞപ്പോൾ ചേട്ടനകത്തെ ക്യാബിലുണ്ട്, പൈസ അവിടെ കൊടുക്കാൻ അവൾ പറഞ്ഞു. വേറെ വഴിയില്ലാതെ ബാലപതിയെ മുന്നോട്ട് നടന്ന് ആ മുറിയുടെ വാതിലെത്തിയോ നിന്നു. ഇത് പലിശ പോലും ആവില്ല. അയാളോട് എന്ത് പറയും? ആദ്യോടെ അവസാനം അവൾ ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മുറിക്കുള്ളിലെ വലിയ കസേരയിൽ ഇന്ദ്രൻ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവളോടെ കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. എങ്കിലും ചുണ്ടിലൊരു പരിഹാസ്യത തന്നെയായിരുന്നു അവൾ കണ്ടത്. ബാലൊന്നും മിണ്ടാതെ ബാഗിൽ നിന്നും പണം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇത് കുറച്ച് പൈസയാണ്, തൽക്കാലം ഇത് പലിശ അടവിൽ വെക്കണം, ബാക്കി ഞാൻ തരാം. അല്പം ഭയത്തോടെ അവളത് പറഞ്ഞിരുത്തുമ്പോൾ ഇന്ദ്രൻ ആ പണം എടുത്തൊന്ന് എണ്ണി നോക്കി. ശേഷം പുച്ഛം കലർന്നൊരു ഭാഗത്തിൽ അവളെ നോക്കി. ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ ബാലേ, കടലിൽ കായം കലർത്തുന്ന പോലെ കുറച്ച് ചില്ലറ. അവൻ ആ പൈസ മേശപ്പുറത്തേക്ക് തന്നെ വെച്ചു. ബാക്കി ഞാൻ ഈ മാസം അവസാനം തരാം, ഇപ്പൊ ഇത് വാങ്ങണം. അവളുടെ കണ്ണുകൾ കലങ്ങി വന്നിരുന്നു.
അവനത് നോക്കിക്കൊണ്ട് തന്നെ എഴുന്നേറ്റു. പതിയെ അവൾക്ക് തൊട്ടുമ്പിൽ വന്നു നിന്നു. എന്തിനാ ബാല നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ പണമൊന്നും എനിക്ക് വേണ്ട. നീ എന്നെ കെട്ടാൻ തയ്യാറായ ഈ കടങ്ങളെല്ലാം ഞാൻ എഴുതി തള്ളും. ഇന്ദ്രന്റെ കുറുകിയുള്ള ആ ചോദ്യം കേട്ടതും ബാലക്ക് വല്ലാതെ തോന്നിയിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ അനുസരണ വിട്ടൊഴുകി. അവൻ തന്നെ മാനത്തിന് വില പറയുകയാണോ എന്ന് പോലും തോന്നിപ്പോയ നിമിഷം. ഇന്നലെ കാവലിൽ വെച്ച് അവനൊപ്പം ബൈക്കിൽ പോകുന്ന നന്ദിനിയുടെ മുഖം കൂടി മനസ്സിലേക്ക് വന്നു. അറിയാതെ നിയന്ത്രണം വിട്ടുപോയിരുന്ന അവളുടെ കൂടെയുണ്ടല്ലോ ഭർത്താവ് മരിച്ചു വരുത്തിയ ആ നന്ദിനി. അവളെ നിനക്ക് മടുത്തോടാ? അത് അവളെങ്ങനെ ഒഴിവാക്കിയിട്ടാണോ നീ എന്നെ കെട്ടാൻ വരുന്നത്? അറിയാതെ ചോദിച്ചു പോയതാണ്. കൈ നിവർത്തിയ ഒരു അടിയായിരുന്നതിനുള്ള മറുപടിയായിട്ട് അവൻ തന്നത്. ബാലക്ക് ആ വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്രതീക്ഷിതമായ അടിയിൽ ബാലൻ നിയന്ത്രണം തെറ്റി മേശയുടെ അരിയിലേക്ക് ഇടറി വീണു. കവിളിൽ കൈവച്ച് അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഇന്ദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ അവൾക്ക് നേരെ ചിറഞ്ഞു വരുമ്പോൾ ഭയത്തോടെ അവൾ ചൂട് പിന്നോട്ട് വെച്ചു. നിന്റെ നാക്കൽപ്പം കൂടുന്നുണ്ട് ശ്രീബാല. എന്നെ കുറിച്ച് നീയോ ഈ നാട്ടുകാരെന്ത് വേണമെങ്കിലും പറയട്ടെ, എനിക്ക് പുല്ല. പക്ഷെ നന്ദിനെ കുറിച്ച് അവളുടെ കുഞ്ഞിനെ കുറിച്ചോ നിന്റെ ഈ നാവ് കൊണ്ട് ഒരക്ഷരം പറഞ്ഞ ആ നാവ് ഞാൻ പറിക്കും. അവൻ ദേഷ്യത്തോടെ ആ പണത്തിന്റെ കെട്ടെടുത്ത് അവളുടെ ബാഗിലേക്ക് ബലമായി വെച്ചു. ഇറങ്ങിപ്പോ എന്റെ ഓഫീസിൽ നിന്ന്. ഇനി ഈ മാസം അവസാനം മുഴുവൻ പണമായിട്ട് നിന്നെ എന്നെ കൺമുമ്പിൽ കാണാവൂ. അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാനൊരു വരും. അന്ന് നിന്റെ അച്ഛനുണ്ടെന്നോ അനിയത്തിയുണ്ടെന്നോ ഞാൻ നോക്കില്ല, പിടിച്ച് വെളി തള്ളും ഞാൻ. അവന്റെ അരച്ച കേട്ട് പേടിച്ച് ശ്രീബാല പിന്നോട്ട് മാറിപ്പോയിരുന്നു. മനസ്സിലെവിടേക്കോ പറഞ്ഞു പോയതിൽ കുറ്റബോധം പോലെ. അതിലേറെ അവനെ പേടിച്ച് തന്നെയാണ് വേഗം ബാഗും എടുത്ത് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് ഓടിപ്പിടിച്ചാണ് ബാല വീട്ടിലെത്തിയത്. കവിളിൽ വല്ലാത്തൊരു പുകച്ചിലും വേദനയുണ്ടായിരുന്നെങ്കിലും സ്വന്തം വീട്ടിൽ ആരോടും പറഞ്ഞില്ല അവൾ. അച്ഛൻ ചോദിക്കുമ്പോൾ കടയിലെ ഒരു കുട്ടിയുടെ കൈ അറിയാതെ വന്ന് തട്ടിയതാണെന്ന് കള്ളം പറഞ്ഞു. ദാസൻ അത് വിശ്വസിക്കാതെ വീണ്ടും ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വേഗം മുറിയിലേക്ക് നടന്നു. ആ മുറിയുടെ 4 ചുമരുകൾക്കാണ് തന്നെ അറിയുന്നത്. ഒരുപക്ഷെ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു ശ്രീബാല ആരാണെന്ന്, അവളുടെ ഉള്ളിലെ നീറ്റൽ എന്താണെന്ന്. അന്ന് അവൾ ആ കിടക്കിലേക്ക് വീണ് കുറെ കരഞ്ഞു. കവിളിലെ വേദനയേക്കാൾ അവളുടെ മനസ്സിനെ നോവിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ താനെന്തിനു പോയി എന്ന ചിന്തയായിരുന്നു. ഒരുപക്ഷെ താൻ ഇത് പറയാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്ദ്രൻ ആ പണമെങ്കിലും വാങ്ങി വെച്ചേനെ എന്ന് അവൾക്ക് തോന്നി. എങ്ങനെയൊക്കെയോ ആ രാത്രി അവൾ കരഞ്ഞു തീർത്ത് വെളുപ്പിച്ചു. അടുത്ത ദിവസവും പതിവ് പോലെ ജോലിക്കെത്തി. കടയിൽ ബിന്ദു ചേച്ചി അവളുടെ മുഖത്തെ പാട് ശ്രദ്ധിച്ചിരുന്നു. ബാല നടന്നൊക്കെ അവരോട് തുറന്നു പറയുമ്പോൾ ബിന്ദു ചേച്ചിക്കും ദേഷ്യം തോന്നിയിരുന്നു. നീ ഒരു മന്ദബുദ്ധി തന്നെയാണ് ശ്രീ. നീ എന്തിനാടി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാൻ പോയത്? അവൻ പലിശക്കാരനാ, മനസാക്ഷി ഇല്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവന്റെ ചോര തിളപ്പിക്കുന്ന കാര്യങ്ങൾ പറയണമായിരുന്നോ? ബിന്ദു ചേച്ചി അവളെ വഴക്ക് പറഞ്ഞു. അറിയാതെ പറഞ്ഞു പോയതാ ചേച്ചി. കാവലിൽ വെച്ച് അവർ ഒരുമിച്ച് കണ്ടപ്പോൾ ആ ദേഷ്യത്തിൽ ചോദിച്ചു പോയതാ. അതിനയാൾ ആ പൈസ വാങ്ങാതെ വരുമെന്ന് കരുതിയില്ല. ബാല സങ്കടത്തോടെ പറയുമ്പോൾ പിന്നെ അവളെ കുറ്റപ്പെടുത്താൻ അവർക്ക് തോന്നിയില്ല. സാരമില്ല, പറ്റിയേ പറ്റി, ഇനി ബാക്കി നമുക്ക് നോക്കാം. ബിന്ദു അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ ഇനി എന്തെന്നറിയാതെ അവളും ആശ്വസിക്കാൻ ശ്രമിച്ചു. അന്ന് വൈകുന്നേരം താനൊന്ന് ഇന്ദ്രനോട് സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ബിന്ദു ചേച്ചി ബാലയും കൂട്ടി വീണ്ടും ഇന്ദ്രന്റെ ഓഫീസിലേക്ക് പോയിരുന്നു. ഇന്ദ്ര, അവൾക്കൊരു തെറ്റ് പറ്റിയതാ. നീ അത് മനസ്സിൽ വെക്കാതെ ഈ പൈസ തൽക്കാലം വാങ്ങി വെക്കണം. ബാക്കിയും ഞങ്ങൾ ഇതുപോലെ തന്നെ തരാം. താണു വണങ്ങി ചേച്ചിയും പറഞ്ഞു നോക്കിയെങ്കിലും ഇന്ദ്രന്റെ അടുത്തൊന്നും വിലപ്പോയില്ല. എനിക്ക് പറ്റില്ല ചേച്ചി, ഇവിടെ നാവ് ശരിയല്ല. അതുകൊണ്ട് ഇവളോട് ഈ മാസം തന്നെ പലിശ മുതലടക്കം മുഴുവൻ തുകയും തന്നേക്കാൻ പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ എന്റെ രീതി മാറും. വെട്ടൊന്ന് തുണ്ട രണ്ടെന്ന രീതിയിൽ അവൻ പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ബിന്ദു ബാലയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ശ്രീ? ഒരു മാസം കൊണ്ട് 10 ലക്ഷം രൂപ അതിന്റെ പലിശ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ബാല ഒന്നും മിണ്ടാതെ നിസ്സഹായായി കേട്ടു നിന്നു. ശ്രീ, നമുക്കൊരു കാര്യം ചെയ്താലോ? ആ പെണ്ണില്ലേ നന്ദിനി, അവള് നീ ചെന്ന് കണ്ടാലോ? ബാല നെറ്റി വിളിച്ചു. അവളെയോ? അതെന്തിനു ചേച്ചി? എടി, ഈ നാട്ടിൽ ആ ഇന്ദ്രൻ ആരുടെങ്കിലും മുമ്പിൽ ചിരിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മുന്നിലാ? അവർ തമ്മിൽ എന്തുകൊണ്ടെന്ന് പറയുന്നത് വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആ നന്ദിനിയോട് നമ്മുടെ അവസ്ഥയൊന്ന് ചെന്ന് പറഞ്ഞാലോ? ഒരുപക്ഷെ അവളെ നമ്മൾ സഹായിച്ചാലോ? ബിന്ദുവിന്റെ വാക്കുകൾക്ക് ബാല ആദ്യമൊന്നും മടിച്ചെങ്കിലും തന്റെ അച്ഛന്റെയും കുടുംബത്തിന്റെ അവസ്ഥയോർത്തപ്പോൾ ആൾക്ക് വേറെ വഴികളില്ലായിരുന്നു. ശരി ചേച്ചി, ഞാൻ പോവാം. നാളെ തന്നെ ഞാൻ പോയി ആ നന്ദിനിയെ കാണാം. ബാല അല്പം മടിയോടെങ്കിലും പറയുമ്പോൾ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാണ് ബിന്ദുവും പോയത്. അന്ന് വൈകുന്നേരം ബാല വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് അച്ഛൻ തലക്ക് കൈവച്ച് വിഷമിച്ചിരിപ്പുണ്ട്. അകത്തുനിന്ന് രുക്മിണിയുടെയും വിദ്യയുടെയും ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാം. എന്താച്ചാ, എന്താ പ്രശ്നം? ചെരുപ്പ് ഉറത്തിട്ട് അവൾ അകത്തേക്ക് നടന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ വന്നറിഞ്ഞ് രുക്മിണി അവൾക്ക് മുമ്പിലേക്ക് വന്നിരുന്നു. എടി, വലിയ തന്റെ അടിയാ. നീ ഇന്നലെ ഇന്ദ്രന്റെ ഓഫീസിൽ പോയി അവന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി വന്ന കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു. രുക്മിണി പെട്ടെന്ന് പറഞ്ഞു. അതുവരെ ശാന്തമായി നിന്ന ഭാര്യയൊന്ന് ഞെട്ടി. അവൾ വേഗം അച്ഛനെ നോക്കുമ്പോൾ ആ ദേവത അറിഞ്ഞ് തകർന്നിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. നീ എന്തിനാണ് അവിടെ ചെന്ന് ആ നന്ദിനിയുടെ കാര്യം ചോദിക്കാൻ പോയത്? നിന്റെ നാക്കിന്റെ ആകാരം കൊണ്ടല്ലേ അവൻ നിന്റെ കവലിനിട്ട് പൊട്ടിച്ച്? രുക്മിണി ദേഷ്യത്തോടെ അലറി പറയുമ്പോൾ ബാലക്ക് ആ കൂടി ദേഷ്യവും സങ്കടമൊക്കെ വരികയായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു. അടി കിട്ടിയത് എനിക്കല്ലേ അമ്മേ, അതിൽ നിങ്ങളെന്തിനാ ഇങ്ങനെ ചാടുന്നത്? ഇനി ഞാൻ കാരണം നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുന്നുള്ള പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇവിടുന്ന് ഇറക്കില്ല. അതിനുള്ള ഞാൻ ചെയ്തോളാം. കിതപ്പോടെ ബാല പറയുമ്പോൾ അത് കേട്ടി രുക്മിണി പുച്ഛത്തോടെ ചിരിച്ചു.
ഓ ഇറക്കിയാലും എനിക്കൊന്നുമില്ലടി. വിദ്യയും കൂട്ടി എനിക്ക് എന്റെ ആങ്ങളയുടെ വീട്ടിൽ പോവാം. പക്ഷെ നിന്റെ ഈ അച്ഛനുണ്ടല്ലോ, ഈ കിടക്കുന്ന കിടപ്പിൽ ഈ 1.5 ശരീരം വെച്ച് ഇയാളെ പെരുവഴി കിടക്കേണ്ടി വരും. അതോർത്തു നീ. മനസാക്ഷി ഏതുമില്ലാതെ അവരങ്ങനെ പറയുമ്പോൾ അവളുടെ ഉള്ളാണ് നേറിയത്. അവൾ അച്ഛനെ നോക്കുമ്പോൾ നിസ്സഹായതയുടെ അങ്ങേയറ്റമായിരുന്നു അവൾ അവിടെ കണ്ടത്. ആ രാത്രി മുഴുവൻ ആ അച്ഛന്റെ സങ്കടവും സ്വന്തം നിസ്സഹായതയും ഓർത്ത് അവൾ ഇരുന്നു. പക്ഷെ കരഞ്ഞിട്ട് എന്ത് കാര്യം? അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ വീട്ടിൽ നിന്നിറങ്ങി. മനസ്സ് നിറയെ ബിന്ദു ചേച്ചി പറഞ്ഞ പോലെ നന്ദിനിയെ ചെന്ന് കാണണമെന്ന് മാത്രമായിരുന്നു ചിന്ത. പക്ഷേ നന്ദിനിയുടെ വീട് എവിടെയാണെന്ന് അവൾ കൃത്യമായി അറിയില്ല. വഴിയിൽ കണ്ട പരിചയമുള്ള ചിലരോടൊക്കെ ചോദിച്ചും പറഞ്ഞും ഒടുവിൽ അവൾ ആ ഇടവഴിയിലേക്ക് നടന്നു. മഴ പെയ്ത് തോർന്നതിന്റെ ചെളിയും വെള്ളവും ആ വഴിയിലുണ്ടായിരുന്നു. അവസാനം ആളുകൾ പറഞ്ഞു കൊടുത്ത അടയാളം വെച്ച് അവൾ ആ വീടിന് മുമ്പിലെത്തി. ഒരു ചെറിയ ഓടുഭാഗ്യ വീടായിരുന്നു അത്. മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഉള്ളിലെ പേടിയടക്കി അവൾ മുന്നോട്ട് നടന്ന ആ വാതിൽ പതിയെ മുട്ടുമ്പോൾ നന്ദിനിയുടെ 3.5 വയസ്സുള്ള ചിന്നമോളാണ് വന്ന് വാതിൽ തുറന്നത്. സ്കൂൾ യൂണിഫോം ഇട്ട ആ സുന്ദരിയോട് അവൾ എന്തോ ചോദിക്കാൻ തുടങ്ങിയതും ആരാ മോളെ അതേന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി ഉമ്മറത്തേക്ക് വന്നിരുന്നു. പെട്ടെന്ന് പുറത്ത് ബാലയെ കണ്ടതും നന്ദിനി ഒരു നിമിഷം നിന്നു. പിന്നെ ഒന്ന് ചിരിച്ചു. ശ്രീബാലയോ, കയറി വാ. അവർ തന്നെ പേര് വിളിച്ചതും ബാല അത്ഭുതത്തോടെയാണ് അവർക്കൊപ്പം അകത്തേക്ക് നടന്ന്. മോളെ വേമ്പോ ഇഡ്ഡലി കഴിച്ചേ. നന്ദിനി മോളെ അകത്തേക്ക് പറഞ്ഞിട്ട് ബാലയെ നോക്കി. വല്ലാത്തൊരു ഐശ്വര്യമുള്ള മുഖമായിരുന്നു അവരുടേത്. പ്രായം ഒരു 38ഓളം ഉണ്ടാവും. അവരുടെ വീടിന്റെ ഭിത്തിയിൽ മുഴുവൻ അവരും മറ്റൊരാളും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളായിരുന്നു. ആ ഒരു ഗർഭിണിയായ അയാൾക്കൊപ്പം നിൽക്കുന്നവരെയുള്ള ചിത്രങ്ങൾ അവിടെയുണ്ട്. പക്ഷെ കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങളൊന്നും തന്നെ കണ്ടില്ല. ബാല ഇരിക്കി. നന്ദിനി പറയുമ്പോഴാണ് ബാല ഞെട്ടി ശ്രദ്ധ മാറ്റിയത്. അവൾ വേഗം കസേരയിലേക്ക് ഇരുന്നു. കുടിക്കാൻ എന്താ, ചായയോ കാപ്പിയോ? ഏയ് ഒന്നും വേണ്ടേച്ചി. അവൾ വേഗം കയറി പറഞ്ഞ ശേഷം നന്ദിനിയെ നോക്കി. ചേച്ചിക്ക് എന്റെ പേരെങ്ങനെ അറിയാം? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇന്ദ്രൻ പറഞ്ഞറിയാം. പെട്ടെന്ന് നന്ദിനി മറുപടി അറിയുമ്പോൾ ബാലയൊന്ന് മൂളി. കാമുകിയോട് പറഞ്ഞിട്ടുണ്ടാവും ആ പഴയ പാൻറ് കീറിയ കഥ. ഓ, അതല്ലെങ്കിൽ പൈസ വാങ്ങി തിരിച്ചു കൊടുക്കാത്ത കഥയാവും പറഞ്ഞിരിക്കുക. അവൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടുമ്പോൾ നന്ദിനി അവൾക്കൊപ്പം വന്നിരുന്നു. അല്ല, വന്നെന്തിനാണെന്ന് പറഞ്ഞില്ല? നന്ദിനി ശാന്തമായി ചോദിക്കുമ്പോൾ ബാല പ്രയാസത്തോടെ അവരെ നോക്കി. അത് പിന്നെ ചേച്ചി, ഞാൻ... ബാല പതിയെ തന്നെ സങ്കടങ്ങളും കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ നന്ദിനിയും എല്ലാം കേട്ടിരുന്നു. എനിക്കിത്തിരി സമയം കൂടി വേണമെന്ന് ഒന്ന് ഇന്ദ്രനോട് പറയോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അവൾ നോക്കിയിരുന്ന് ചിരിച്ചു. ശേഷം നന്ദിനി പറഞ്ഞു, അത് നീ തന്നെ അവനോട് പറഞ്ഞാൽ പോരെ. നീ പറയുന്ന അത്രയും വേറെ ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല ബാല. പെട്ടെന്ന് നന്ദിനി അങ്ങനെ പറയുമ്പോൾ ബാല സംശയത്തോടെ അവരെ നോക്കി. അതെ, നിന്നോടുള്ള പോലെ അവന് വേറെ ആരോടും ഒരു ഇഷ്ടമില്ല ബാലെ. അത് നീ അറിയുന്നില്ല, അത്രമാത്രം. നന്ദിനി പറഞ്ഞ വാക്കുകളൊന്നും മനസ്സിലാവാതെ ശ്രീബാല അവളെ തന്നെ ഉറ്റുനോക്കി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.